ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയ ഒരു കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്, പൊടിച്ചതല്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതിലേ കുഞ്ഞ് ഉരലിൽ ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു സബോള അരിഞ്ഞതും പിന്നെ ഒരു 10 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നല്ലതുപോലെ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടിയിട്ടാണ് ഞാൻ ഫൈനായിട്ട് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ നാളികേരം, എൻ്റെ കയ്യിൽ കുറച്ച് നാളികേരം ഞാൻ ചിരകി ബാലൻസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ചിരകിപ്പോൾ വേറെ ഞാൻ പൊളിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. പൊളിച്ചു വന്നപ്പോൾ അത് ഇതുപോലെയായി. അപ്പോൾ ഞാൻ പിന്നെ വേറെ പൊളിക്കാൻ നിന്നില്ല, ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ഈ ചെറിയ ജാർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലാവുമ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ നമുക്ക് ഫൈനായിട്ട് അരയ്ക്കാം. കഷ്ണങ്ങളായാലും ഈ മിക്സിയുടെ ജാറിലാവുമ്പോൾ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അരവ് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ചെറിയ പാനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ നമ്മുടെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതല്ലാതെ ഞാൻ ഒന്ന് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വലിയൊരു ചീനച്ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ. ഞാനിത് ചെറിയ പാത്രമായത് കാരണം 2-3 തവണയായിട്ട് എനിക്ക് തയ്യാറാക്കേണ്ടി വന്നു കേട്ടോ. അപ്പം ഞാനിതൊക്കെ എല്ലാതും ഒന്ന് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഞാൻ കഷ്ണമായിട്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ അരവെല്ലാം ഞാനൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇരുമ്പൻ പുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇരുമ്പാമ്പുളി കറ കളഞ്ഞിട്ട് ഞാൻ വെച്ചതാണ്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇരുമ്പാമ്പുളി ഞാൻ നീളനെ നുറുക്കിയിട്ട് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ കറൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നീളത്തിൽ നുറുക്കിയതാണ്. അപ്പോൾ പുളിയല്ല ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, ഇരുമ്പാമ്പുളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ചാറൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള കറിയായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഒന്ന് ചതച്ച്, ചെറിയ കഷ്ണം മതി. കൂടുതൽ ഇതാവുമ്പോൾ എന്താ വെച്ചാൽ മീൻ കറിയൊന്നും അല്ലല്ലോ. അപ്പോൾ മീനിലേക്ക് വയ്ക്കാന്ന് വെച്ചിട്ട് മീനൊക്കെ അതൊന്ന് വലിച്ചെടുക്കാനതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് മതി, ഇഞ്ചിയുടെ കുത്ത് കൂടുതൽ പാടില്ല. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് നമ്മുടെ ചാറൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ കോഴിമുട്ട ഓംലേറ്റ് റെഡിയാക്കി വെച്ചത് ഇത്രേശ പോന്ന കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കഷ്ണവും ഞാനിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടായിരുന്ന പച്ചമുളകും പുള്ളി സവാളയുടെയൊക്കെ ഞാനതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ അങ്ങനെ കുത്തി ഇളക്കരുത്, ജസ്റ്റ് പതുക്കെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ മുട്ടയിലേക്ക് നല്ലതുപോലെ അതിൻ്റെ എരിവും പുളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ആ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി 5 എണ്ണം അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, ഓയിലോ സൺഫ്ലവറോ ഒന്നും പാടില്ല.
വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇനി ഇത് ജസ്റ്റ് വെറുതെ എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുട്ട പൊട്ടി ഇങ്ങനെ അധികം ഇതിലേക്ക് പോവരുത്. ഈ കഷ്ണങ്ങളൊന്നും പൊട്ടി പോവാത്ത വിധത്തിൽ ഞാനിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത്ര ചാറേ ഉണ്ടാവുള്ളൂ, കണ്ടില്ലേ? അപ്പോൾ ചാറ അധികം ഇല്ല വെച്ചെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് വയറ് നിറയെ നമുക്ക് ചോറുണ്ണാം കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇരുമ്പാമ്പുളിയുടെ ആയാലും ഈ പുളിയൊക്കെ ഇതിലേക്ക് പിടിച്ച് എരിവൊക്കെ പിടിച്ച് നമ്മുടെ മുട്ടയിൽ തന്നെ പച്ചമുളകും കുരുമുളകും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണ കൂട്ടത്തിൽ ഇതുപോലെ ചാറുകറി ആയിട്ടൊന്നും നമുക്ക് ഒരു ദിവസം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇതൊന്നും നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.